ഭക്തിയുടെ നിറവിലാണ് അനന്തപുരി. ഇപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചതിനു ശേഷം നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം ബിന്ദുജ മേനോനും അമ്മ വിമല മേനോനും 24-നൊപ്പം ചേരുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും വീട്ടിൽ തന്നെയാണോ? ഇത് ആദ്യമായിട്ടാണ് വീട്ടിൽ, അതായത് കോവിഡ് കാലത്ത് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതർവൈസ് അമ്മ ഇടുന്നത് ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിലോട്ട് അമ്മ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഇത്രയും പുകകളൊക്കെ. അപ്പം ഇടണം എന്ന് മനസ്സിൽ തോന്നുമ്പോൾ എവിടെ ഇട്ടിരുന്നാലും അതൊരു മനസ്സിൻ്റെ തൃപ്തിയാണല്ലോ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഒന്ന് വീട്ടിൽ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത്. പിന്നെ ഈ പറഞ്ഞ ഒരു ടെലിവിഷൻ അവാർഡ് സ്ക്രീനിങ് നടക്കുവാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സിറ്റിയിലോട്ട് കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ, നമുക്ക് ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെയും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതെന്നാൽ പിന്നെ വീട്ടിൽ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലും ഐശ്വര്യം ഉണ്ടാവേണ്ടത് ഒരു വലിയ ഘടകമാണല്ലോ. നമ്മളെവിടെ താമസിക്കുന്നു അവിടേക്ക് ഐശ്വര്യം ഈ പറഞ്ഞ മാതിരി നമ്മുടെ എല്ലാം മനസ്സിൻ്റെ തന്നെയാണ്. എന്നാൽ പോലും ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ അമ്മയുടെ ആദ്യത്തായിട്ട് ഒരുമിച്ച് ഇവിടെ തന്നെ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സബലീകരണം നിലവിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തവണത്തെ പ്രാർത്ഥന എന്താണ്? ഈ ചോദ്യത്തിൻ്റെ പൊരുളെന്താന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഇന്ന് വരെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇന്ന് വരെ ഇത് കിട്ടാൻ വേണ്ടി അത് നടക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഒരിക്കലും. അതിനുവേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ പൊങ്കാല ഇടണം എന്നുള്ള പരിശ്രമവും നടത്താറില്ല. ഓൺ ഇറ്റ്സ് ഓൺ അങ്ങനെ ഭവിക്കുന്ന സമയങ്ങളിലാണ് ഞാൻ അങ്ങനെ റെഗുലറായിട്ട് പൊങ്കാല ഇടുന്ന ആളല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇത്തവണ എല്ലാവരും ചോദിച്ച പോലെ പത്മശ്രീയുടെ അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഒരു പരമോന്നതി ബഹുമതി നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തം അമ്മയ്ക്ക്, നമ്മുടെ ഗുരുവിന് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പറഞ്ഞറിയിക്കാൻ വാക്കുകളിലൊന്നും ഒതുക്കാൻ പറ്റാത്ത അത്രയും സന്തോഷവും അത്രയും അഭിമാനവും തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു സമർപ്പണത്തോടു കൂടി എന്താ പറയുക, നമ്മുടെ കലകൾക്കും വേണ്ടി രാജ്യത്തിന് വേണ്ടി ഞാൻ എപ്പോഴും പറയാതെ ലോക സമസ്ത സുഖിനോ ഭവന്തു, എപ്പോഴും നമ്മൾ ലോകം നന്നായാലേ നമ്മളും നന്നായിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ ചിന്തിക്കാറുണ്ടോ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും അമ്മയ്ക്ക് എന്തായാലും ഇത്തവണത്തെ ഈ പൊങ്കാല എന്ന് പറയുന്നത് വലിയ പ്രത്യേകത ഉള്ളതാണ്. എന്താണ്, എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? ഇത്തവണത്തെ പൊങ്കാലയ്ക്കുള്ള ഒരു സന്തോഷം എന്താണ്? ഞാൻ 55 വർഷമായി തിരുവനന്തപുരത്ത്, ഇതുവരെ ഇട്ടില്ല. പക്ഷെ ഇന്ന് ഇടാൻ പ്രത്യേകിച്ച് കാരണം ബിന്ദുജയ്ക്ക് വലിയൊരു മോഹം അമ്മ കൂടെ ഇടണം. അപ്പോൾ അതുമല്ല, പത്മശ്രീ എന്ന് പറഞ്ഞ ഒരു അവാർഡ് നമ്മളെ തേടി വരികയും ദേവിയുടെ ആ ഒരു തലേ ദിവസം നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു ശക്തി നമുക്ക് തരുകയും ചെയ്യാം. അതുമല്ല, എൻ്റെ ശിഷ്യര് ഈ പറയുന്ന 1970 മുതൽ ഈ 25 വരെ പഠിച്ച എല്ലാ കുട്ടികളും പല ദിക്കിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ ഒരു സമർപ്പണത്തിന് വേണ്ടി അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ നടക്കുന്നതിൻ്റെ കൂടെ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ, പ്രത്യേകിച്ച് കേരള നാട്യ അക്കാദമി എന്നാ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു പൊങ്കാല ഇടാൻ ബിന്ദുജയുടെ മോഹം പോലെ എനിക്ക് തോന്നി. അത്രയോ വെച്ചാൽ 70-ലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. അന്നത്തെ ആദ്യത്തെ ശിഷ്യന്മാരുൾപ്പെടെ എല്ലാവരും ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ എല്ലാവരും വന്ന് അമ്മയെ അനുമോദിക്കുകയും ശരിക്കും അവർ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്ന മാതിരി, അതായത് അമ്മയുടെ ഒരു വിജയത്തിനും സക്സസിനും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രാർത്ഥന പോലെ അവരെല്ലാവരും ഇന്ന് പല ഭാഗങ്ങളിലായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുരു എന്ന് പറയുമ്പോൾ അതൊരു നിറഞ്ഞ ഇതാണല്ലോ. കഴിഞ്ഞ തവണ ചെയ്തത് മോളുടെ കൂടെയാണ്, ഇത്തവണ അമ്മയുടെ കൂടെയാണ്. അപ്പം എനിക്കും അതൊരു വലിയ അനുഗ്രഹം. എന്തായാലും ഈ അധ്യാപകരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ശിക്ഷകണങ്ങളാണ്. അപ്പോൾ ഇനി എന്തായാലും അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും പുരസ്കാരങ്ങൾ ഒരുപാട് തേടിയെത്തട്ടെ. നിങ്ങളുടെ അനുഗ്രഹം പോലെ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം. എന്തായാലും അനന്തപുരി യാഗശാലയായി മാറി. ഇനി നേദ്യമാണ്. നേദ്യത്തിന് ശേഷം എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ക്യാമറ പേഴ്സൺ സന്തോഷ് ചേകർക്കൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.